ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ അറിയാതെ നിങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും തെറ്റായ ധാരണ ഈ ഒരു സമയത്തുണ്ടോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾ അറിയാതെ ആരെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നുണ്ടോ? എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള സന്ദേശം? നിങ്ങൾ അറിയാതെ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഈ ഒരു സമയത്ത് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടോ? 5 ഓഫ് വൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകൾ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. അതായത് ഒരുപക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ചില വ്യക്തികളായിരിക്കാം. അത്തരത്തിൽ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കൂടുതലും ഇതൊരു വർക്ക് പ്ലേസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്ന ഒന്നല്ലെങ്കിൽ അതിലധികം ചില വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ഒരു 5 ഓഫ് വൺസും പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം, നിങ്ങൾ അറിയാതെ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന അത് ആരാണ്? മജീഷ്യൻ്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ചില വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ, അതായത് ഒരു സൃഷ്ടിച്ചെടുത്ത ഒരു എനർജി, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു കഥ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. മജീഷ്യനാണ് കിട്ടുന്നത്. ഇതൊരു കെട്ടുകഥയാണ് കാണിക്കുന്നത്. അതായത് ഇല്ലാത്ത ഒരു കഥ നിങ്ങളെക്കുറിച്ച് മെനഞ്ഞെടുത്തിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം, നിങ്ങളറിയാതെ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടോ? ഇവിടെ നമുക്കൊരു എംപറർ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത് ഈ ഒരു തെറ്റിദ്ധാരണ, അതായത് നിങ്ങളെക്കുറിച്ച് വേണ്ടാത്തൊരു തെറ്റിദ്ധാരണ പരത്തിയ ഒരു വ്യക്തിയുടെ ഒരു സൂചനയാണ് ഈ കാണിക്കുന്നത്. അതായത് വളരെയധികം ഈഗോ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്വാർത്ഥനായ ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. സ്വന്തം കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് അപ്പുറത്ത് നിൽക്കുന്നവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാതെ അവർക്ക് എന്ത് വേണമെങ്കിലും വന്നോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു വ്യക്തിയാണ്, ഒരുപക്ഷെ ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യം മുൻപ് നിങ്ങളോട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസൂയ ഉണ്ടായിരിക്കാം. ആ ഒരു എനർജിയൊക്കെയാണ് കിട്ടുന്നത്. ആ ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഇവിടെ തെറ്റായ രീതിയിൽ ഇവിടെ ഒരു കഥകൾ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. അതാണ് നമുക്കവിടെ ഒരു മജീഷ്യൻ കാർഡ് കൂടി കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം, ആരാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നത്? നമുക്കിവിടെ ഒരു ലവേഴ്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊപ്പം നിന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അതായത് മുൻപ് ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം വളരെയധികം ഒരു സ്നേഹം നടിച്ചു നിന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ മനസ്സ് നിറച്ചും ഒരു നെഗറ്റീവ് ചിന്തകളും പുറമേ നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു എനർജിയുമാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് വലിയൊരു വ്യക്തത മുൻപും ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് കൂടെ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ഈ ഒരു വ്യക്തി ചിത്രീകരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം, ആരാണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നത്? നിങ്ങളെക്കുറിച്ച് ഈ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന വ്യക്തി ആരാണ്? 3 ഓഫ് കപ്സിന്റെ എനർജി വീണ്ടും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഓഫീസിൽ, അതായത് നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള വ്യക്തിയായിരിക്കാം. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളൊരു സുഹൃത്തിനെ പോലെയാണ്, ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കാണുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കിട്ട് അതായത് ഒരു ദ്രോഹം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് മോശമായ രീതിയിൽ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന മറ്റ് വ്യക്തികളോടാണെന്നാണ് നമുക്കിവിടെ ഈ ഒരു 3 ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും, ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ള സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി അതൊന്ന് കുറയ്ക്കുവാനായിട്ടും ഒരു സൂചന നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെയധികം ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് നമുക്ക് കാർഡുകൾ പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഷെയർ ചെയ്യരുത് എന്നുള്ളൊരു വാണിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
നമുക്ക് നോക്കാം ആരാണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് മോശമായി പറയുന്നത്. വീണ്ടും നമുക്കിവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ വളരെയധികം നല്ലൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇവരുടെ മനസ്സ് വളരെയധികം ശുദ്ധമാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ള വ്യക്തികൾ കരുതുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സ് നിറച്ചും ഇവിടെ നേരെ തിരിച്ചാണ് തിരിച്ചുള്ളൊരു സ്വഭാവമാണെന്നാണ് നമുക്ക് ഈ ഒരു ഏസ് ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത്. അതായത് പുറമേ നോക്കുമ്പോൾ വളരെയധികം നല്ലൊരു വ്യക്തി, അകമേ നോക്കുമ്പോൾ വളരെയധികം നെഗറ്റീവ് തോട്ട്സ് മാത്രമുള്ളൊരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അതായത് നിങ്ങളെക്കുറിച്ച് തെറ്റായ ധാരണ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ഇവർ നിങ്ങളെക്കുറിച്ച് തെറ്റായ രീതിയിൽ ധരിപ്പിക്കുന്നത് ആ ഒരു സ്ഥലത്തുള്ള വ്യക്തികളോട് തന്നെയാണെന്നാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു ബൗണ്ടറി വെക്കുന്നത് നല്ലതായിരിക്കും എന്നും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അത് സന്തോഷമായാലും അത് മറ്റ് എന്ത് കാര്യമോ ആയിക്കൊള്ളട്ടെ, അത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു സമയത്ത് ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുവാനായിട്ട് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.